പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ എത്തിയത് ഓ മൈ ഗോഡ് അല്ല, ഓ മൈ ഗ്രിൽസുകളുടെ ഒരു ലോകത്തേക്കാണ്. കാരണം ടിക്കയിൽ തന്നെ 10ഓളം വെറൈറ്റീസ്, പിന്നെ നല്ലൊരു തന്തൂരി ചിക്കൻ, റൊട്ടി, അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിഷുകൾ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ, ഇവിടുത്തെ ടിക്കകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. നമ്മളുടെ ഇവിടുത്തെ ഡിഷുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞ സ്പോട്ടിൽ ഉണ്ടാക്കി തരികയാണ്, അല്ലാണ്ട് മുന്നേ ഉണ്ടാക്കി വെക്കുക അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം, നമ്മൾ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം കനലിലിട്ടിട്ടാണ് വേവിക്കണേ, ടിക്കയിലും തന്തൂരിയിലല്ല, റൊട്ടി വരെ കനലിലിട്ടിട്ടാണ് അവർ വേവിക്കണേ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിഷ്വൽസ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ടിക്ക എടുക്കണതും തന്തൂരി എടുക്കണതൊക്കെ നമുക്ക് കാണാം. ഈ കനലിട്ട് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ രുചി ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചീഞ്ചട്ടിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ വറക്കണാക്കലൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു വേറിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും കനലിട്ട് വേവിക്കാന്ന് പറഞ്ഞാൽ. അതാണ് ചെറിയൊരു കനലല്ല, ഈ ഒരു ഡ്രം നിറച്ച് ഏകദേശം കനലാണ് അല്ല ബ്രോ, ഈ ഒരു ഡ്രം നിറച്ച് കനലല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡ്രം നിറച്ച് കനലിട്ടിട്ടാണ് വേവിക്കണേ. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഓ മൈ ഗ്രിൽസ് കംപ്ലീറ്റ് ഇവിടെ ഗ്രില്ലിന്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഓ മൈ ഗോഡ് എന്നാണ് പെട്ടെന്ന് വായിക്കാൻ തോന്നിയത്. കാരണം അത്രയ്ക്ക് അതൊരു കനലിട്ട് വേവിക്കണ ഒരു വിഭവങ്ങളുടെ ഒരു ദൈവത്തിന്റെ ലോകത്തേക്കാണ് നമ്മൾ എത്തിയണേ, ഓ മൈ ഗ്രിൽസിലേക്ക്. അപ്പൊ ഇനി ഇവിടുത്തെ ബാക്കി ഫുഡ് എല്ലാം നമുക്ക് ട്രൈ ചെയ്യണം. ഇവിടെ ടിക്കയാണ് കൂടുതലായിട്ട് പോണത്, അതിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു കട തന്നെയാണെന്ന് പറയാം. ടിക്കല്ല കൂടുതലായിട്ട് ഏകദേശം സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ ഒരു 10ഓളം വെറൈറ്റി ടിക്കകളുണ്ട്. പിന്നെ തന്തൂരി ആയാലും ഒരു വേറിട്ട് ഒരു രുചിനെയാണ് ഇവിടുത്തെ. അത് നമ്മൾ വരുമ്പോൾ തന്നെ 2-3 ആൾക്കാർ പറഞ്ഞു ഇവിടുത്തെ തന്തൂരിയും ടിക്കയാണ് ഏറ്റവും നന്നായിട്ട് പോണത്. പിന്നെ ഇവിടുത്തെ ബെസ്റ്റ് ടേക്ക് അവേക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ, ബെസ്റ്റ് ടേക്ക് അവേക്കുള്ള അവാർഡ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കട എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫുഡ് നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ വീഡിയോ കിടന്നാലോ. അപ്പൊ ഇവിടെ എത്ര ടൈപ്സ് ഓഫ് ടിക്കകളുണ്ട്? ഒരു 10 തരം ടിക്കകളുണ്ട് നമ്മളിൽ. അതിൽ മലായി, ചില്ലി മില്ലി, ഹരിയാലി, ലസൂണി, ലോലിപോപ്പ്, മുൾട്ടാണി എന്നൊക്കെ പറഞ്ഞ ഐറ്റങ്ങളുള്ളത്. നമ്മൾ സ്പെഷ്യൽ ഐറ്റങ്ങൾ പറഞ്ഞ ടിക്കകൾ തന്നെയാണ്. തന്തൂരി മൂവ്മെൻ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്ത തരം. അതിൽ സ്വീഫ്റ്റാണ് സ്പൈസിന് കുറച്ചുകൂടി മൂവ്മെൻറ്റ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത തന്തൂരി ചിക്കൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്തൂരി റൊട്ടിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 റൊട്ടിയുടെ പീസൊക്കെ എടുക്കാം. നല്ല തന്തൂരി ചിക്കൻ ഉണ്ടാ സംഭവം, നല്ല രീതിയിൽ മസാലയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു പീസ് തന്തൂരി റൊട്ടിയും ഒരു പീസ് അങ്ങനെ ചിക്കനും തന്തൂരിയിൽ വെച്ച് മയോണൈസ് ഇങ്ങനെ മുക്കി തന്തൂരി ചിക്കൻ നല്ല രീതിയിൽ ഇത്തിരി സ്പൈസ് കൂടിയാണ് സാധനം സെറ്റ് ആക്കണം. പിന്നെ ഇവിടെ കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ് ഉള്ളൂ, ഗ്രിൽ ഐറ്റംസ് ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഷോപ്പാട്ടോ ഈ ഓ മൈ ഗ്രിൽസ്. ചിക്കൻ ആയാലും നല്ല രീതിയിൽ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ പീസ് മാത്രം കഴിച്ചാൽ മതി, മയോണൈസ് ഒന്നും മുക്കേണ്ട ഒരു ആവശ്യമില്ല. ഭയങ്കര ജ്യൂസി ആയിട്ടോ പീസുകളൊക്കെ. പിന്നെ ഇതിൽ തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ മസാലയൊക്കെ വരുന്നുണ്ട്. മയോണൈസൊക്കെ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി നോക്കാം. ഇതിനുമ്പോൾ നല്ല ചട്നിയും പിന്നെ നല്ല സലാഡൊക്കെ വന്നിട്ട് കേട്ടോ. ഗ്രേവിയുടെ ചട്നി മയോണൈസ് കൂടി നോക്കിയിട്ട് കഴിച്ചു നോക്കാം. നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തന്തൂരിയുടെ. മറ്റുള്ള അൽഫാമും അല്ലെങ്കിൽ മറ്റുള്ള ഗ്രിൽ ഐറ്റംസ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ ഈ തന്തൂരി ചിക്കൻ. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ. പിന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള പീസുള്ള കേട്ടോ, ഭയങ്കര സോഫ്റ്റ്നെസ് ആണ് ഉള്ളൊക്കെ, കണ്ടില്ലേ ഭയങ്കര ഉള്ളൊക്കെ ഭയങ്കര രീതിയിൽ വെന്തുണ്ട്, ഉള്ളൊക്കെ ഭയങ്കര ജ്യൂസിയാണ്. അത് ചില്ലി മില്ലി ടിക്കയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇത്തിരി മിളകിന് മുരിയൊക്കെ ഉണ്ട്, ഇത്തിരി സ്പൈസിയാണ് തോന്നുന്നു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പറഞ്ഞ പോലെ തന്നെ സ്പൈസിയിൽ പെട്ട ഒരു ഇനമാണ് ചില്ലി മില്ലി. പേരിൽ തന്നെ ഉണ്ട് ഒരു ചില്ലി എന്നുള്ളത്. അപ്പോൾ സ്പൈസി ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്.
അപ്പോൾ എന്തായാലും നല്ല ടിക്കയിലൊക്കെ വെറൈറ്റീസ് ആഗ്രഹിക്കുന്നവർ വന്ന് ട്രൈ ചെയ്ത് പോകുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ മയോണൈസ് എടുത്ത് പറയേണ്ട ഒരു ഐറ്റമാണ്. ഈ ഒരു ടൗണിൽ ഇത്ര നല്ല മയോണൈസ് വേറെ ഒരു സ്പോട്ടൊന്നും കിട്ടില്ല. ഓ മൈ ഗ്രിൽസിൽ തന്നെ വരണം നിങ്ങൾ. അപ്പോൾ ചാവക്കാട് ഏരിയയിൽ ഏറ്റവും നല്ല മയോണൈസ് കിട്ടുന്ന സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓ മൈ ഗ്രിൽസ് ആണ്. മയോണൈസ് മാത്രമല്ല ഇവിടുത്തെ ടിക്കകളായാലും ഇനി 2-3 ടിക്ക കൂടി നമുക്ക് ട്രൈ ചെയ്യാണ്ട്. പിന്നെ ബെസ്റ്റ് ടേക്ക് അവേക്കുള്ള അവാർഡ് ഇവർ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു അടിപൊളി ഷോപ്പാണ്. ഇനി നമുക്ക് മറ്റുള്ള ഐറ്റംസ് ട്രൈ ചെയ്യാം. കുൽഫി മലൈ ടിക്കയാണ്. അപ്പോൾ ഇതിന്മേ കാഷ്യൂ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. കാരണം കാഷ്യൂ നട്ടൊക്കെ മുകളിൽ ഇട്ടുണ്ട്. പിന്നെ ഇത്തിരി വാനില തൈര് പോലത്തെ ഒരു ക്രീം പോലെയാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചേക്കണത്. അപ്പോൾ ഇനി നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയാലോ. സംഭവം എടുക്കുമ്പോൾ തന്നെ പോവാട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള പീസുകളാണ്. ഇതെങ്ങനെ സ്പൈസി ഒന്നുമല്ല, ഇത്തിരി സ്വീറ്റ്നെസ്സോട് കൂടിയാണ് സംഭവം. അതുകൊണ്ട് തന്നെ സ്പൈസി ഇഷ്ടപ്പെടാത്തവർക്ക്, സ്വീറ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഐറ്റമാണ് ഈ ടിക്ക, കുൽഫി മലൈ ടിക്ക. അപ്പം നല്ലൊരു ഫ്ലേവർ തന്നെയാട്ടോ ഈ സ്വീറ്റ് വരണേ. ഓവർ ഷുഗർ അങ്ങനെ അല്ലെങ്കിൽ ഓവർ സ്വീറ്റ്നെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. എന്നാൽ പക്ഷേ നല്ലൊരു ചെറിയൊരു സ്വീറ്റ്നെസ്സോട് കൂടി നല്ലൊരു ഫ്ലേവർ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കഴിക്കുക. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ മയോണൈസിൻ്റെ ആവശ്യം വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ടാത്ത ഒരു പീസ് എടുത്ത് കഴിച്ചാൽ മതി. പിന്നെ നല്ല കാഷ്യൂ നട്ടിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാഷ്യൂ ഒക്കെ ഇതിന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്രീം ആയാലും ഇതേ നല്ലൊരു വാനിലയുടെ ടേസ്റ്റ് ഉണ്ട്. വാനില തൈരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെ കേട്ടോ. അപ്പം ഇനി അടുത്തായിട്ട് ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് ട്രൈ ചെയ്യണേ. ചീസ് കുൽച്ച. നമ്മുടെ നോർത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് റൊട്ടിയാണ്. നമ്മളിത് അവിടെ ഉണ്ടാക്കണമുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഉണ്ടാക്കണത്. അതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങുന്നത്. ഇത് പൊറോട്ടയുടെ പോലെ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള റൊട്ടിയാണ് ചീസ് കുൽച്ച. അതുകൊണ്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഇത് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ ഈ സാധനം. ഇത് നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ള ഡിഷാണ്. പിന്നെ പൊറോട്ടയുടെ പോലെ വലിയ ടൈറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല കഴിക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചപ്പാത്തിയിൽ നിന്നും അല്ലെങ്കിൽ പൊറോട്ടയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള പൂരി അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള റൊട്ടിയാണ്. റൊട്ടി മാത്രമല്ല കേട്ടോ, വേറെ കുറേ 10ഓളം വെറൈറ്റീസ് ഓഫ് റൊട്ടികളുണ്ട്. തന്തൂർ റൊട്ടി ഉണ്ട്, ബട്ടർ നാൻ ഉണ്ട്, ഗാർലിക് നാൻ ഉണ്ട്, ചീസ് നാൻ ഉണ്ട്, മട്ടർ കുൽസി ഉണ്ട്, ചീസ് കുൽസി ഉണ്ട്, ആലു പൊറോട്ട ഉണ്ട്, പിന്നെ വീറ്റ് പറാത്തി ഉണ്ട്. അങ്ങനെ ഒരു 10-15ഓളം വെറൈറ്റീസ് ഓഫ് റൊട്ടികളുണ്ട്. ടിക്കകളായാലും അതെ ഒരു 10ഓളം വെറൈറ്റീസ് ഓഫ് ടിക്കകളുണ്ട്. അടുത്തായിട്ട് ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാം. നല്ലൊരു ലെഗ് പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി ഇത്തിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ. കാണുമ്പോൾ ഒരു പുതുമയുണ്ട്. അപ്പം നല്ലൊരു ജി റൈസ് പോലെ കേട്ടോ നമുക്ക് ഫീൽ ചെയ്യണം. പിന്നെ ചിക്കൻ പീസിനായാലും ഇത് റൈസിനായാലും ഭയങ്കര സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ട്. ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാര്യങ്ങൾ ഫീൽ ചെയ്യും. പിന്നെ ഇത്തിരി മല്ലിയില സംഭവങ്ങൾക്കിടയിൽ വരുന്നുണ്ട്. ഒരു മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി ഒരു ചിക്കൻ ബിരിയാണി ആയിട്ട് ഏകദേശം ഒരു നോർത്ത് മോഡൽ ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇവിടെ ഈ ഒരു ചിക്കൻ ബിരിയാണി മാത്രമല്ല കുറേ വെറൈറ്റീസ് ഓഫ് ജീര റൈസ് ഉണ്ട്, വെജ് പുൽവി ഉണ്ട്, ചിക്കൻ പുൽവി ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കുറേ വെറൈറ്റീസ് ഓഫ് ഗ്രേവി ഉണ്ട്. മിക്സഡ് വെജ് ഗ്രേവി, ചിക്കൻ ഗ്രേവി, ചിക്കൻ ചില്ലി ഗ്രേവി, ചിക്കൻ ബട്ടർ മസാല, പനീർ കടായി, പനീർ ടിക്ക മസാല, മലൈക്കൊട്ട. അപ്പം അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഗ്രേവീസ് ഉണ്ട്. അപ്പം അതെല്ലാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യണം. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ അപ്കമിങ് ആണ് വരും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടമായത് ഇവിടുത്തെ ടിക്കകളാണ്. പിന്നെ ചിക്കൻ ബിരിയാണി നോർമൽ ആയിട്ടുള്ളതാണെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ചിക്കൻ ബിരിയാണി. കാരണം ആ റൈസ് ആയാലും അതിൻ്റെ ഒപ്പം വന്ന ഗ്രേവി, ആ ചിക്കൻ്റെ ഒപ്പം വന്ന ചെറുതായിട്ടുള്ള ഗ്രേവിയും ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരു നോർത്തേൺ മോഡലാണ് ചിക്കൻ ബിരിയാണി ആയാലും ടിക്കൊക്കെ ആയാലും. എന്തായാലും ഒരു വെറൈറ്റി ഗ്രിൽ ഐറ്റമായി. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. തന്തൂരി ഫുൾ ഐറ്റം ഉണ്ട്, തന്തൂരി ക്വാർട്ടർ ഉണ്ട്, തന്തൂരി കഫ് ഉണ്ട്. അങ്ങനെ 3 കോംബോയിൽ തന്തൂരി വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം റൊട്ടീസും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ സ്പോട്ട് ആണത് ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് എൻട്രി ചെയ്യുന്നതോട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. ഇവിടുത്തെ ടിക്കകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ 2-3 ടിക്കകളൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഇനിയും കൂടെ വെറൈറ്റീസ് ഓഫ് ടിക്കകളുണ്ട്. പിന്നെ പാർട്ട് 2 വീഡിയോ എന്തായാലും വരും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബൈ.